ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. ചൈനയിലെ ഹോങ്കോങ്ങിൽ വെച്ച് നടക്കാനിരിക്കുന്ന 7ാമത് ഏഷ്യൻ ട്രാംപോളിൻ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് മലയാളി താരം അൻവിത സച്ചിൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ കായിക താരം കൂടിയാണ് അൻവിത. ചെന്നൈയിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ ട്രാംപോളിൻ ജിംനാസ്റ്റിക് സെലക്ഷൻ ട്രയൽസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് 1ാം സ്ഥാനം നേടിയാണ് അൻവിത ഇന്ത്യൻ ടീമിലേക്കുള്ള തന്റെ ടിക്കറ്റ് ഉറപ്പിച്ചത്. മെയ് 15 മുതൽ 17 വരെ പുതുച്ചേരിയിൽ നടന്ന ദക്ഷിണേന്ത്യൻ അണ്ടർ 15 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് ഉജ്ജ്വല നേട്ടം. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ ചാമ്പ്യൻഷിപ്പിൽ മൊത്തത്തിലുള്ള പ്രകടനത്തിൽ കേരളം 2ാം സ്ഥാനം സ്വന്തമാക്കി. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഫ്രീ സ്റ്റൈൽ, ഗ്രീക്കോ റോമൻ എന്നീ 2 വിഭാഗങ്ങളിലും കേരളത്തിന്റെ യുവ ഗുസ്തി താരങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കേരളത്തിനായി മത്സരിച്ച നിഹാര ഷൈജു തകർപ്പൻ പ്രകടനത്തോടെ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി സംസ്ഥാനത്തിന്റെ അഭിമാനമായി മാറി. ഓസ്ട്രേലിയയിൽ നടക്കുന്ന സിഡ്നി ഓപ്പൺ 2026 നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സൂപ്പർ താരം ഋഷഭ് ദാസിന് ചരിത്ര നേട്ടം. 200 മീറ്റർ ബാക്ക് സ്ട്രോക്ക് മത്സരത്തിൽ 1 മിനിറ്റ് 59 സെക്കൻഡ് 84 മില്ലി സെക്കൻഡ് എന്ന മികച്ച സമയം കുറിച്ചാണ് ഋഷഭ് പുതിയ ഇന്ത്യൻ റെക്കോർഡ് സ്ഥാപിച്ചത്. ഈ ഇനത്തിൽ തന്റെ പേരിലുണ്ടായിരുന്ന മുൻ റെക്കോർഡാണ് താരം ഇത്തവണ തിരുത്തിയത്. ഇതോടെ 200 മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ 2 മിനിറ്റിൽ താഴെ സമയം രേഖപ്പെടുത്തുന്ന ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ നീന്തൽ താരമെന്ന അപൂർവ നേട്ടവും ഋഷഭ് ദാസ് സ്വന്തമാക്കി. അസമിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ അന്തർ സർവകലാശാല കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള കരാട്ടെ താരങ്ങൾക്ക് ഉജ്ജ്വല നേട്ടം. മികച്ച പ്രകടനം കാഴ്ചവെച്ച് മലയാളി താരങ്ങൾ നിരവധി മെഡലുകൾ സ്വന്തമാക്കിയാണ് സംസ്ഥാനത്തേക്ക് മടങ്ങിയത്. ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ വിജയം കൈവരിച്ച കായിക താരങ്ങളെ പിന്നീട് കേരള കരാട്ടെ അസോസിയേഷൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. രാജ്യത്തെ പ്രമുഖ സർവകലാശാലകൾ മാറ്റുരച്ച കടുത്ത മത്സരത്തിലാണ് കേരളത്തിലെ യുവ കരാട്ടെ പ്രതിഭകൾ ഈ മികച്ച നേട്ടം സ്വന്തമാക്കിയത്. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.